ഹായ് ഗൈസ്, ഇറ്റ്സ് ഐ ഫോർ ടെക്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇതുപോലെ ഒരു LED ബൾബ്, പോയ ബൾബ് നമുക്ക് വീട്ടിൽ എങ്ങനെ റിപ്പയർ ചെയ്തെന്ന് എടുക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഗൈസ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊരു LED ഇതുപോലുള്ള LED ലൈറ്റ് എടുക്കുക. ഇത് നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളൊരു നല്ലൊരു വോൾട്ടേജുള്ള ഒരു ലൈറ്റ് എടുക്കുക. ഇതിൻ്റെ വോൾട്ട് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല എനിക്ക് നേരെ. നല്ലൊരു വോൾട്ടുള്ള, അതായത് 5 വോൾട്ടിന് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലൈറ്റ് നിങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ മറ്റത് ചെറിയ വോൾട്ടിൻ്റെ ലൈറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇത് കത്തിപ്പോകാനുള്ള സാധ്യത ഏറെയാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ ഗ്ലൂ വേണം. നിങ്ങളുടെ കയ്യിൽ ഹോട്ട് ഗ്ലൂ ഉണ്ടെങ്കിൽ ഹോട്ട് ഗ്ലൂ മതി. അപ്പോൾ ഗൈസ്, നമുക്ക് ആ പോയ ബൾബ് എടുക്കാം. അതിൻ്റെ കവർ, മുകളിൽ കാണുന്ന കവർ ഒന്ന് അയച്ചെടുക്കുക. കുറച്ച് ടൈറ്റിലാണ് ഉണ്ടാകുന്നത്, സൂക്ഷിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആ മുകളിലുണ്ടായിരുന്ന LED ബൾബ് ഞാൻ അതിൻ്റെ വയർ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു. അത് പോയതായതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് സ്കൂലായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അയച്ചെടുത്ത് വയർ കട്ട് ചെയ്തു. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് അതിൻ്റെ വയർ എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യണം. ഇനി നമുക്ക് ആ LED ബൾബ് ലൈറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ വയർ എടുക്കാം. അതായത് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയർ കട്ട് ചെയ്തെടുക്കാം. നേരായിട്ട് എടുക്കാം. ഗൈസ്, അപ്പോൾ ആ ക്യാപ്പൊന്ന് നിങ്ങൾ ഊരിച്ചെടുക്കാം. വയർ എടുത്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ക്യാപ്പൊന്ന് ഊരിയെടുക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ അകത്തുനിന്ന് കത്തിപ്പോയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം. കത്തിപ്പോയാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് റിപ്പയർ ചെയ്യണത്. റിപ്പയർ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും ആവില്ല. അതിൻ്റെ പ്രോബ്ലം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ LED ബൾബിനാണ് കൂടുതലായിട്ട് പ്രോബ്ലം വരുന്നത്. LED ബൾബ് കുറച്ച് കാലങ്ങൾക്ക്, അതായത് ഒരു വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം ഈ ബൾബ്, അതിൻ്റെ LED ബൾബ് കത്തിപ്പോവും. അപ്പോൾ ഗൈസ്, നമുക്കൊരു LED ബൾബ്, ഇതുപോലെ LED ബൾബ് ഉണ്ടാകുന്നതാണ് നല്ലത്. അപ്പോൾ അതിനെ പോസിറ്റീവും നെഗറ്റീവും, അതായത് നമ്മൾ ബെടുക്കായ LED ബൾബിൻ്റെ പോസിറ്റീവും നമ്മളുടെ LED ലൈറ്റിൻ്റെ, അതായത് ഞങ്ങളെടുത്ത LED ലൈറ്റിൻ്റെ പോസിറ്റീവുമായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ നേരെ യോജിപ്പിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിക്കുക. ഇൻസുലേഷൻ ടാപ്പ് ഉണ്ടോയെന്ന് സംശയമുണ്ട്. അപ്പോൾ അതിനൊന്ന് നമ്മൾ ജസ്റ്റായിട്ട് ഒട്ടിക്കുക. കാരണം അത് ഷോർട്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഒട്ടിക്കുക. ഇതുപോലെ എടുക്കാം. അപ്പോൾ നിങ്ങൾ യോജിപ്പിച്ചതിന് ശേഷം വയർ കുറച്ച് വലുതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് പ്രോബ്ലമാണ്. കാരണം അത് ഷോർട്ടാകാനുള്ള സാധ്യത ആയതുകൊണ്ട് നമുക്ക് ആ വയറൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ നേരെ ശ്രദ്ധിച്ചില്ലായിരുന്നു. അത് വേണ്ട, അത് നമുക്ക് കളയാം. ആ ഒരു മൂടി വേണ്ട, അത് ആ കവറ് വേണ്ട. നമുക്കത് ഉണ്ടായാൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ വയർ നമുക്ക് വലുതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി നേരത്തെ കട്ട് ചെയ്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ LED ലൈറ്റിൻ്റെ വയർ അത്രയ്ക്കും വേണ്ട, അതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഗൈസ്, കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് വീണ്ടും അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവുമായി യോജിപ്പിച്ച് വെക്കാം. അത് തിരിച്ചു കൊടുത്താൽ അത് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒന്നാൽ ആ LED ലൈറ്റ് കത്തില്ല, അല്ലെങ്കിൽ വോൾട്ടേജ് കൂടിയാൽ കത്തിപ്പോകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് പോസിറ്റീവും നെഗറ്റീവുമായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ ഞാനൊന്ന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഓൾഡറുമായി ഇത് കണക്ട് ചെയ്താൽ, അതായത് ഇതിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞ് ഇതിന് ഓൾഡറുമായി കണക്ട് ചെയ്താൽ
അതിൻ്റെ LED ലൈറ്റ് നിങ്ങൾ ഒരിക്കലും തൊടാൻ പോകരുത്. അതായത് നിങ്ങൾ ആ LED ബൾബ് ഒരിക്കലും തൊടാൻ പോകരുത്. അപ്പോൾ ഗൈസ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇൻസുലേഷൻ ടാപ്പ് തീർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു ടാപ്പ് എടുത്ത് ഒട്ടിക്കുകയാണ്. അത് ഗൈസ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ LED ലൈറ്റ്, അതായത് ആ ഒരു ഞാനിപ്പോൾ നേരത്തെ എടുത്ത ഷോപ്പിൽ വാങ്ങട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു LED ലൈറ്റ് നിങ്ങൾ തൊടാൻ പോയത് അതിൽ കറണ്ട് പാസ്സാകുന്ന ഒരു രീതിയിലുള്ള കറണ്ട് ഷോർട്ട് കൈക്ക് കയറാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓർഡർ കുത്തിയതിന് ശേഷം അതൊന്നും നിങ്ങൾ തൊടാൻ പോകരുത്. അകത്തേക്ക് കുറച്ച് ഇടണം. വയർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ആ വയർ അകത്തേക്ക് ഇടാം. അപ്പോൾ ഗൈസ് സൗണ്ട് പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ സോറി. അപ്പോൾ നമുക്ക് ഈ ക്യാപ്പ് ഒന്ന് ഊരിയെടുക്കണം. ആ വയർ അകത്തേക്ക് ഇടണമെങ്കിൽ ഈ ക്യാപ്പ് ഊരും. ഇത് കുറച്ച് റഫായിട്ടിരിക്കും. നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഞാനത് ഊരിയെടുത്തു ഗൈസ്. അപ്പോൾ നമുക്ക് ആ വയറൊന്ന് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. അതായത് ആ വയർ നമുക്ക് പൊട്ടിപ്പോവാതായിട്ട് പോലായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു രീതിയിലേക്ക് ഇത് അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഗൈസ് ഞാൻ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാപ്പ് ഒന്ന് വെച്ച് കൊടുക്കാം. നല്ല ടൈറ്റിൽ ആ ക്യാപ്പ് വെക്കാം. കാരണം ഊരിപ്പോകുന്ന രീതിയിലുള്ള ഒരു ക്യാപ്പല്ല അത്. അതുകൊണ്ട് നല്ല ടൈറ്റിൽ വെക്കാം. അതൊന്ന് ജസ്റ്റ് ഒരു തിരിച്ച് വെച്ചെന്ന് തോന്നുന്നു. ഇതൊന്ന് നേരെ വെക്കാം. ഇപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അതിനൊന്ന് നേരെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ആ ഒരു LED ലൈറ്റ് നമ്മൾ ഒട്ടിച്ചെടുക്കണം. അതായത് ഞാൻ നേരത്തെ കാണിച്ച സൂപ്പർ ഗ്ലൂ കൊണ്ട് ഇനി നമുക്കതിനായിട്ട് നടുക്കായിട്ട് ഇങ്ങനത്തെ പോലെ ആയിട്ട് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് സൂപ്പർ ഗ്ലൂ എടുക്കണം. ഹോട്ട് ഗ്ലൂ ഉണ്ടെങ്കിൽ ഹോട്ട് ഗ്ലൂ എളുപ്പമായിട്ട് ഇടാൻ പറ്റുന്നതാണ്. സൂപ്പർ ഗ്ലൂ എടുക്കാം. ഗൈസ് അപ്പോൾ ഇനി നമുക്കതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതായത് നേരായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നേരായിട്ട് ഒട്ടിച്ച് കൊടുക്കും. ഉണങ്ങാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ലേശിട്ട് കൊടുത്തിട്ട് നമ്മളിത് ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ വർക്ക് പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വർക്കാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് വർക്ക് നോക്കാം. ഗൈസ് അപ്പോൾ ഞാനിത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓൾഡറിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ LED ബൾബ് സ്വിച്ച് ഇട്ടതിന് ശേഷം നിങ്ങൾ LED ലൈറ്റ് ആ ലൈറ്റിൻ്റെ ഒരു വടി പോലുള്ള സാധനം തൊടാൻ പോകരുത്. ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് ഞാനിപ്പോൾ നല്ല രീതിയിൽ പവർ ഉണ്ട്. കണ്ടോളൂ. അതിൻ്റെ ലൈറ്റൊന്നും നിങ്ങൾ തൊടാൻ പോകരുത്. അത് ഷോർട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ പൂർത്തി കഴിഞ്ഞു. ഉണ്ടോ? അപ്പോൾ ഗൈസ് വേറൊന്നും ഇല്ല. പണിയൊക്കെ പൂർത്തിയായി. ഓക്കെ
ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ